FBI ഡയറക്ടർ ജെയിംസ് കോമിക്കെതിരെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് വീണ്ടും കുറ്റപത്രം സമർപ്പിച്ച വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇത്തവണ അല്പം വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു കാര്യത്തിന്റെ പേരിലാണ് കോമിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. കടൽ തീരത്ത് ചിപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിത്രമാണ് ഈ വിവാദങ്ങളുടെയും നിയമ നടപടികളുടെയും കേന്ദ്രം. ഈ ചിത്രം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഭീഷണിയാണെന്നാണ് ഔദ്യോഗിക പക്ഷം വാദിക്കുന്നത്. ഏകദേശം ഒരു വർഷം മുൻപ് ജെയിംസ് കോമി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത്. നോർത്ത് കരോലിനയിലെ ഒരു കടൽ തീരത്ത് നടന്നപ്പോൾ അവിടെ ചിപ്പികൾ കൊണ്ട് 8647 എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുവെന്നും അത് കൗതുകകരമായ ഒന്നാണെന്നും കാണിച്ചാണ് അദ്ദേഹം ആ ചിത്രം പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ അക്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സന്ദേശമാണ് ട്രംപ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ 86 എന്നത് ഒരാളെ പുറത്താക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുക എന്നതിന്റെ ഭാഷയായി ഉപയോഗിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് വധിക്കുക എന്ന അർത്ഥത്തിലും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആയതിനാൽ 47 എന്നത് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അധികൃതർ വാദിക്കുന്നു. ചുരുക്കത്തിൽ പ്രസിഡന്റിനെ വധിക്കാനോ നീക്കം ചെയ്യാനോ ഉള്ള ആഹ്വാനമായാണ് ഭരണകൂടം ഇതിനെ കാണുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ ആക്ടിംഗ് അറ്റോർണി ജനറലായ ടോഡ് ബ്ലാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ട്രംപിന്റെ വ്യക്തിഗത അഭിഭാഷകനായിരുന്ന ടോഡ് ബ്ലാഞ്ച് ട്രംപിനോടുള്ള തന്റെ വിശ്വസ്തത തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. നീതിന്യായ വകുപ്പിനെ രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധമാക്കുന്നു എന്ന വലിയ ആരോപണവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ ജെയിംസ് കോമിക്കെതിരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ക്രിമിനൽ കേസാണിത്. കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു ആദ്യത്തെ കേസ്. എന്നാൽ ആ കേസ് പിന്നീട് കോടതി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ചിപ്പികളുടെ രൂപത്തിൽ പുതിയൊരു വിവാദം ഉയർത്തുന്നത് കോമിയെ എങ്ങനെയെങ്കിലും കുടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. ജെയിംസ് കോമി ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. താൻ ആ ചിപ്പുകൾ അടുക്കി വെച്ചതല്ലെന്നും നടക്കാൻ പോയപ്പോൾ അവിടെ കണ്ടത് പകർത്തിയതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതിൽ അക്രമാസക്തമായ എന്തെങ്കിലും ഉണ്ടെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ആ പോസ്റ്റ് നീക്കം ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമമാണിതെന്ന് അദ്ദേഹം തന്റെ സബ്സ്ലാക്ക് അക്കൗണ്ടിലൂടെ പ്രതികരിച്ചു. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കേസായി ഇതിനെ കണക്കാക്കാം. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലെ അക്കങ്ങളെ വധഭീഷണിയായി വ്യാഖ്യാനിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് SCLU പോലുള്ള സംഘടനകൾ പ്രസ്താവിച്ചു. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. FBI ഡയറക്ടറായിരുന്ന കശ് പട്ടേലും ഈ നീക്കത്തെ പിന്തുണച്ച് രംഗത്തെത്തി. മുൻ FBI ഡയറക്ടർ എന്ന നിലയിൽ തന്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പ്രത്യാഘാതം കോമിക്ക് അറിയാമായിരിക്കണമെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുമാണ് പട്ടേലിന്റെ പക്ഷം. അന്വേഷണം സുതാര്യമാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഈ കേസ് നോർത്ത് കരോലിനയിലെ ഫെഡറൽ കോടതിയിലാണ് നടക്കുന്നത്. പ്രസിഡന്റ് ട്രംപും ജെയിംസ് കോമിയും തമ്മിലുള്ള പോരാട്ടം 2017 അദ്ദേഹം കോമിയെ പിരിച്ചുവിട്ടത് മുതൽ തുടങ്ങിയതാണ്. അന്നു മുതൽ ഇരുവരും തമ്മിൽ കടുത്ത വാക്പോരുകൾ നടക്കാറുണ്ട്. ആ വ്യക്തിപരമായ ശത്രുത ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിന്റെ രൂപത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ജെയിംസ് കോമി തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് താൻ നിരപരാധിയാണെന്നും ഭയമില്ലെന്നുമാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും നമ്മൾ ആരാണെന്നോ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം എന്നതിനോ നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം നീതിന്യായ വകുപ്പിനെ ഓർമ്മിപ്പിച്ചു. താൻ നേരിടുന്ന ഈ വെല്ലുവിളിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീതിന്യായ വകുപ്പ് ഈ കേസിൽ ഡിജിറ്റൽ തെളിവുകൾക്കായി കോമിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട്. ആ ചിപ്പുകൾ അദ്ദേഹം തന്നെയാണോ അടുക്കി വെച്ചത് എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരു ഇൻസ്റ്റഗ്രാം ചിത്രം ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ കുറ്റപത്രം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ കോമിക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിയമവിദഗ്ധർ പറയുന്നത് ഇതൊരു ദുർബലമായ കേസാണെന്നാണ്. കേവലം ഒരു ചിത്രത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെ ഭീഷണി മുഴക്കി എന്ന കുറ്റം ചാർത്തുന്നത് കോടതിയിൽ തെളിയിക്കുക പ്രയാസകരമായിരിക്കും.
എങ്കിലും ഈ കേസ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കോലാഹലം ചെറുതല്ല. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ട്രംപിന്റെ കടുത്ത വിമർശകരെ ഒതുക്കാനുള്ള നീക്കമായി ഇതിനെ ഡെമോക്രാറ്റുകൾ കാണുന്നു. അതേസമയം നിയമം ലംഘിക്കുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട്. മാധ്യമങ്ങൾ ഈ കേസിനെ സീഷൽ ഇൻഡക്റ്റിമെന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജെയിംസ് കോമി പുറത്തിറക്കിയ വീഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. തന്റെ ഭാഗം ന്യായീകരിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ പലരിലും അനുഭാവം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് അനുകൂലികൾ ഇതിനെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രസിഡന്റിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഏതൊരു നീക്കവും ഗൗരവമായി കാണണം എന്നാണ് അവരുടെ വാദം. അടുത്ത കുറച്ചു മാസങ്ങൾ അമേരിക്കൻ കോടതികളിൽ വലിയ നാടകീയ സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ജെയിംസ് കോമി കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ടോഡ് ബ്ലാഞ്ച് എന്ത് തെളിവുകൾ ഹാജരാക്കുമെന്നതും നിർണായകമാണ്. ഈ കേസ് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ പരീക്ഷിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നവംബറിൽ നടന്ന ആദ്യത്തെ കേസ് പരാജയപ്പെട്ടത് ടോഡ് ബ്ലാഞ്ചിന് വലിയൊരു ക്ഷീണമായിരുന്നു. അതിനാൽ ഈ കേസ് ജയിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു ആവശ്യമായി മാറിയിരിക്കുന്നു. അറ്റോർണി ജനറൽ സ്ഥാനത്ത് സ്ഥിരമാകാനുള്ള നീക്കമായിട്ടാണ് ഈ ആവേശത്തെ പലരും കാണുന്നത്. നീതിന്യായ വകുപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥർക്കിടയിലും ഈ കേസിനെ ചൊല്ലി ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ജെയിംസ് കോമി എന്ന മുൻ ഉദ്യോഗസ്ഥന്റെ ഭാവി ഇപ്പോൾ കോടതിയുടെ കൈകളിലാണ്. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് നിയമം കൂട്ടുനിൽക്കുമോ അതോ സത്യം പുറത്തു വരുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഈ ചിപ്പി വിവാദം അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വിചിത്രമായ ഒരേടായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ജെയിംസ് കോമി തന്റെ പോരാട്ടം തുടരുമെന്ന ഉറച്ച തീരുമാനത്തിലാണ്.